ഗൈസ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ചർച്ചിലെ ടൂറിന് വരുന്ന കാര്യം. ഗൈസ് അപ്പം ഞങ്ങൾ ടൂറിന് വന്നേക്കുവാണ്. വേറെങ്ങുമല്ല, നമ്മൾ ഊട്ടിയിലാണ് വന്നിരിക്കുന്നത്. ഈ വർഷം ഞങ്ങൾ ഊട്ടിയിലാണ്. കഴിഞ്ഞ വർഷം നമ്മൾ കൊടൈക്കനാലിൽ പോയായിരുന്നു. കൊടൈക്കനാലിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഊട്ടിയിൽ ഇന്നലെ വൈകിട്ട് ഒരു 6 മണിയാകുമ്പോൾ ഞങ്ങൾ കയറി. ഇവിടെ ഒരു 4 മണിയാകുമ്പോൾ വന്നു. ഇവിടെ വന്നൊരു ഹോട്ടലിൽ ഫ്രഷപ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിനിയും ഫുഡ് കഴിച്ചിട്ട് ഇനി ആദ്യത്തെ സ്ഥലങ്ങളിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. 4 സ്ഥലങ്ങൾ കാണണമെന്നാണ്. അപ്പോൾ മാക്സിമം നോക്കട്ടെ, 4 സ്ഥലങ്ങൾ എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്ത് അപ്പം ബാക്കി ഓരോ സ്ഥലങ്ങളിൽ ചെന്നിട്ട് ഞാൻ കാര്യങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇനിയും അടുത്ത സ്ഥലങ്ങൾക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ വേണ്ടേ ഈ കാണുന്ന റെസ്റ്റോറൻറ്റ് വെച്ച് രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ആദ്യത്തെ സ്ഥലമായ ഊട്ടിയിൽ ആദ്യത്തെ സ്ഥലം നമ്മൾ കാണാൻ പോവാണ്. അവിടെ ഒരു സീറ്റ് ഞങ്ങൾ ആദ്യത്തെ ഊട്ടിയിലെ സ്ഥലമായിട്ട് ഞങ്ങൾ വന്നേക്കാണത് ടീ ഫാക്ടറിയിലാണ്. ഈ ബാക്കി കാണുന്ന ടീ ഫാക്ടറി ഇതാണ്. അപ്പോൾ അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിൽ കാണാൻ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഞാൻ നോക്കട്ടെ ക്യാമറയൊക്കെ അലൗഡാണോ നോക്കട്ടെ. ശരി, നമുക്ക് അതിൻ്റെ തേയിലയുടെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വ്യൂ പോയിൻ്റ് കാണാം. അപ്പോൾ ഗൈസ് ഇത് കണ്ടോ, നമ്മളിതിൻ്റെ മണ്ടയ്ക്ക് എന്താ ഊട്ടിപ്പട്ടണം ഫുള്ള് നമുക്ക് കാണാം. കണ്ടോ ഊട്ടിപ്പട്ടണം, ഈ കാണുന്നതാണ് ഊട്ടിപ്പട്ടണം. ഗൈസ് നമ്മളിവിടെ വന്നവരാണ് എൻ്റെ ഇവരെല്ലാം. കണ്ടോ അലൻ, ടിങ്കു, ഇപ്പം എല്ലാവരും ഉണ്ട്. ആൻസി, സൗമ്യ, മുത്ത്, കുട്ടി, അമ്പിളി, എല്ലാവരും ഉണ്ട്. ഗൈസ് ഇതാണ് നല്ല ക്ലൈമറ്റാണ്. ഇതുകൊണ്ട് മഞ്ഞ് കയറി വരുന്നുണ്ടോ ഗൈസ്? അന്ന് നമ്മൾ കൊടൈക്കനാൽ പോയപ്പോൾ ഇത്രയും മഞ്ഞൊന്നും ഇല്ലായിരുന്നു. നമുക്ക് മഞ്ഞ് അന്ന് കുറവായിരുന്നു, തണുപ്പൊക്കെ വളരെ കുറവായിരുന്നു. ഊട്ടി വന്നപ്പം ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അടുത്ത് നമുക്ക് ടീ ഫാക്ടറിയിലോട്ട് കയറാം. അവിടെ കയറി നമുക്ക് തേയിലയൊക്കെ എടുക്കുന്നത് കാണാം. ഗൈസ് അപ്പം ഇതേ ടീ ഫാക്ടറി കയറുന്നെങ്കിൽ ടാഗ് എടുക്കണം. ഞാൻ ടാഗ് ഞാൻ കാണിക്കാം. എന്തോ അപ്പോൾ ഗൈസ് നമ്മൾ ഏതാണ്ട് ടീ ഫാക്ടറിയിലോട്ട് കയറാൻ പോവാണ്. ഗൈസ് അപ്പം ആദ്യമേ തേയിലയുടെ ഇല കൊണ്ടുപോയിട്ട് അതിനെ ഇങ്ങനെ അരച്ച് ആ പ്രോസസ്സിംഗ് ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തേയിലയുടെ ഇല ഇങ്ങനെ അരച്ച് ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോൾ പർച്ചേസ് ചെയ്യാം. നമുക്ക് തേയിലയൊക്കെ ഇവിടെ നിന്ന് മേടിക്കാൻ കഴിയും. തേയില കൊണ്ടുണ്ട്, ചോക്ലേറ്റ് തേയില, മസാല. ഞങ്ങളൊരെണ്ണം മേടിച്ചത് ഏലക്കയുടെയാണ് മേടിച്ചത്. ഏലക്കയുടെ ഫ്ലേവർ വരുന്നത്.
ടീ ഫാക്ടറി എല്ലാവരും മേടിച്ചിട്ടുണ്ട് തേയില. ജീവനെ കാണിച്ചേ. നാളെ തേയില ഇഷ്ടപ്പെട്ടുണ്ട്. 2 ബാഗ് തേയില മേടിച്ചിട്ടുണ്ടോ? ടേസ്റ്റ് ചെയ്യണോ? വീഡിയോ എടുക്കാതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും കേട്ടോ. അത് കയറി വരുമ്പോൾ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നമുക്ക് സാധനം ചോക്ലേറ്റ് മേടിക്കാം കേട്ടോ. ഇവിടെയും സെയിൽ നടക്കുന്നുണ്ട്. ഇത് പല കളറിലെ ചോക്ലേറ്റ്. എല്ലാം കണ്ട് ഇറങ്ങിയേക്കുവാണ്. ഇപ്പം അടുത്ത സ്ഥലത്തോട് നമ്മൾ പോവാണ്. ഊട്ടിയിലെ അറിയപ്പെടുന്ന സ്ഥലങ്ങളാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പം ടീ ഫാക്ടറി, പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ, പിന്നെ ലേക്ക് ഷൂട്ടിംഗ് പോയിൻ്റ്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഞാൻ നേരത്തെ പണ്ട് ഇവിടെ ഊട്ടി വന്നിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ +2 പഠിക്കുന്ന സമയത്തും വന്നിട്ടുണ്ട്. അന്ന് ഞാൻ ഈ ഫാക്ടറിയിലൊക്കെ അന്ന് കയറിയതായിരുന്നു. അപ്പോൾ ബ്ലോഗായിട്ട് വരുന്ന ആദ്യമായിട്ടാണ്. ഗൈസ് ഇതുണ്ടോ, ഊട്ടി പട്ടണം നല്ല രീതിയിൽ കാണും. ഇവിടെ നോക്കിയാൽ കണ്ടോ, നല്ല വ്യൂ ആണ് ഇവിടെ. ബോട്ടാണിക്കൽ വന്നേക്കുവാണ്. ഊട്ടിയിലെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ എല്ലാവർക്കും അറിയാം. ഇവിടെ കുറേ ചെടികളെല്ലാം ഞങ്ങൾ അകത്തൊരു കയറിയേക്കുവാണ്. ചെടികളൊക്കെ ഒന്ന് കാണട്ടെ. ഞങ്ങൾ വേണ്ട പൈൻ ഫോറസ്റ്റ് കാണാൻ കയറിയുണ്ട്. ഇത് ഭയങ്കര കോടയാണ്. ഇതുകൊണ്ടോ ഫുൾ മഞ്ഞ് പെയ്യുന്നുണ്ട്. കണ്ടോ, മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചതുണ്ടോ, നല്ല രീതിയിൽ കോട കയറി മഞ്ഞ പെയ്യുന്നുണ്ട്. കഴിച്ചതുകൊണ്ട് മൂന്നേ മുക്കാലിന് തിരിച്ചു കയറണേ. നല്ല കോടയാണ് ഗൈസ്. കോട കയറി കോട പെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിനിയിപ്പോ താഴെ വരെ ഒന്ന് കഷ്ടപ്പെട്ടോടുണ്ട്. അയ്യോ അയ്യോ അയ്യോ.
ലാസ്റ്റ് ബസ് നീന്ന് ഫേമസ് ആണ്. ഇപ്പോൾ ഗായ്സ് ദേ ഞങ്ങൾ വേണ്ട അവസാനം ലേക്ക് വന്നേക്കുവാണ്. നമുക്ക് ഷൂട്ടിംഗ് പോയിന്റ് പോകാൻ പറ്റിയില്ല. നമുക്ക് ഷൂട്ടിംഗ് പോയിന്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ലേക്കിലാണ് നമ്മൾ വന്നേക്കുന്നത്. ലേക്കിൻ്റെ പിന്നെ ലേക്കിൽ നിന്ന് 6 മണി വരെ ഇവിടെ. അത് നമ്മൾ തിരിച്ചു പോവുകയാണ്. అమ్మ మీరు ఎట్ సైడ్ అమ్మా ഗായ്സ് ലേക്ക് ഇപ്പോഴും പഴയ പോലെ തന്നെ കേട്ടോ. കൊച്ചു പിള്ളേർക്ക് പറ്റിയ സാധനങ്ങളൊക്കെയാണ്. പുതുതായിട്ടൊന്നും വന്നില്ലല്ലേ ഇത്ര വർഷമായിട്ട്. ഇതിനകത്ത് മൊത്തം കൊച്ചു പിള്ളേരെ ഐറ്റംസ് ആണ്. ഇപ്പോഴും മഞ്ഞ് ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. കയ്യിലെല്ലാം കണ്ടോ മഞ്ഞ്. അപ്പോൾ ഗായ്സ് അപ്പം ഇവിടെ കൂടെ ഞങ്ങളുടെ ടൂറ് കഴിയുകയാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ടൂറിൻ്റെ വീഡിയോ ഞങ്ങൾക്കൊന്ന് കഴിയും. അപ്പോൾ ഗായ്സ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ കാണുന്നവരെ